നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ നമഃ. സജ്ജനങ്ങളെ, നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ 1-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലാണ് എത്തി നിൽക്കുന്നത്. ഈ അധ്യായം കുന്തിസ്തുതി എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. കുന്തിസ്തുതി തുടങ്ങുന്നത് 18-ാമത്തെ ശ്ലോകം തൊട്ടാണ്. ശ്ലോകം 11. സൂത ഉവാച ഉപധാര്യ വചസ്തസ്യാ ഭഗവാൻ ഭക്തവത്സല അപാണ്ഡവമിദം കർത്തും ദ്രൗണേരസ്ത്രമബുധ്യത. സൂതഃ ഉവാച, സൂതൻ പറഞ്ഞു. ഭക്തവത്സലഃ ഭഗവാൻ തസ്യാഹ വചഃ ഉപധാര്യ ഇദം അപാണ്ഡവം കർത്തും ദ്രൗണേഹ അസ്ത്രം അബുധ്യത. സൂതൻ പറഞ്ഞു, ഭക്തവത്സലനായ ഭഗവാൻ തസ്യാഹ വചഃ ഉപധാര്യ, അവളുടെ വാക്കിനെ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട്, അതായത് ഉത്തരയുടെ വാക്യങ്ങളെ കേട്ടിട്ട്. എന്തായിരുന്നു ഉത്തര പറഞ്ഞത്? അഭിദ്രവതി മാമീഷ ശരസ്തപ്തായസോ വിഭോ കാമന്തഹുതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. തപ്തമായ, അതായത് തപിച്ചു നിൽക്കുന്ന ഇരുമ്പ് കൊണ്ടുള്ള അമ്പുകൾ എൻ്റെ നേരെ പാഞ്ഞു വരുന്നു. എന്നെ ദഹിപ്പിച്ചാലും കുഴപ്പമില്ല, എൻ്റെ ഗർഭം നശിച്ചു പോകരുതേ ഭഗവാനെ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അവരുടെ ആ വാക്കിൽ നിന്നും ഭഗവാൻ മനസ്സിലാക്കിയത് എന്താണ്? ഇദം അപാണ്ഡവം കർത്തും ദ്രൗണേഹ അസ്ത്രം അബുധ്യത. ഇദം എന്ന് വെച്ചാൽ ഈ ലോകം എന്നർത്ഥം. ഇദം എന്ന ശബ്ദം സാധാരണ അതൊരു ഉപസർഗമാണ്. ഇത് എന്ന അർത്ഥത്തിലാണ്. സംസ്കൃതത്തിൽ തത് എന്ന് വെച്ചാൽ അത് എന്നർത്ഥം. സഹ എന്ന് വെച്ചാൽ അവൻ, സാ എന്ന് വെച്ചാൽ അവൾ, ഏഷ എന്ന് പറഞ്ഞാൽ ഇവൻ, ഇങ്ങനെയൊക്കെ അർത്ഥം. ഈ രീതിയിലുള്ള പലതരം ഈ സർവനാമങ്ങൾ സംസ്കൃത പ്രയുക്തമാണ്. പക്ഷേ ഉപനിഷത്തിലും അതുപോലെ മറ്റ് വേദാന്ത ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈ സർവനാമങ്ങൾക്ക് ഒരു സവിശേഷ അർത്ഥമുണ്ട്. അത് ഇദം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം, ഈ ബ്രഹ്മാണ്ടം, ഈ ദൃശ്യപ്രപഞ്ചം എന്ന അർത്ഥത്തിൽ അതിലെടുക്കും. അത് ദാർശനികമായ കാഴ്ചപ്പാടോട് കൂടിയിട്ട് അതിനെ കാണും. അതുപോലെ തത് എന്ന് വെച്ചാൽ ബ്രഹ്മം എന്നർത്ഥം. ഇദം, ഇത്, ഇവിടെ നമ്മുടെ കണ്ണിന് ഗോചരമായിരിക്കുന്ന, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിരിക്കുന്ന ബ്രഹ്മാണ്ടത്തെ ഇദം, ഇത് എന്ന് പറയും. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതും മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പറ്റാത്തതുമായ പരംബ്രഹ്മത്തെ തത്, അത്, ദൂരെയുള്ളതിനെയാണല്ലോ നമ്മൾ അത് എന്ന് വിളിക്കുക. അപ്പം തത് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബ്രഹ്മം എന്ന അർത്ഥം എടുക്കണം. അവിടെ വേറെ അർത്ഥം അവിടെ യോജിക്കുന്നില്ലെങ്കിൽ ഈ ലാക്ഷണികമായ അർത്ഥം നമ്മൾ എടുക്കണം എന്നാണ്. അതുപോലെ സഹ എന്ന് വെച്ചാൽ അത് വേറെ തരത്തിൽ അവിടെ യോജിക്കുന്നില്ലെങ്കിൽ അത് പുരുഷൻ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കണം. സാ എന്നുള്ളത് വേറെ തരത്തിൽ അത് വാച്യാർത്ഥം യോജിക്കുന്നില്ലെങ്കിൽ അതിൽ മായ എന്നുള്ള, അല്ലെങ്കിൽ പ്രകൃതി എന്നുള്ള അർത്ഥം നമ്മൾ സ്വീകരിക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ ഇദം അപാണ്ഡവം കർത്തും എന്നാണ്. ഇതിനെ അപാണ്ഡവം ആക്കി ചെയ്യാൻ, ഏതിനെയാണിപ്പോൾ? ഈ പ്രപഞ്ചത്തെ. ഈ പ്രപഞ്ചത്തെ പാണ്ഡവരില്ലാത്തതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ദ്രൗണേഹേ അസ്ത്രം, ദ്രൗണിയുടെ, ദ്രോണസ്യ അപത്യം ദ്രൗണിഹി, അതിൻ്റെ ഷഷ്ഠിയാണ് ദ്രൗണേഹേ. അശ്വത്ഥമാവിൻ്റെ അസ്ത്രം ഈ ലോകത്തെ പാണ്ഡവരഹിതമാക്കി തീർക്കാൻ വേണ്ടി പ്രയോഗിച്ചതാണ് എന്ന് അബുദ്ധ്യത, അറിഞ്ഞു. ഭഗവാനെ എല്ലാം അറിയാൻ സാധിക്കും. ഓരോ സാഹചര്യത്തിലും ഭഗവാന്റെ ദിവ്യ ചക്ഷുസ് പ്രവർത്തിച്ച് അതിനെ അറിയുന്നു.
അവിടെ വന്ന സമയത്ത്, ശരണാഗതി പ്രാപിച്ച സമയത്ത് ഭഗവാൻ എന്താണ് ആ ദുഃഖത്തിന് കാരണം, എന്താണ് ആ പ്രശ്നത്തിന് കാരണം എന്ന് ചിന്തിച്ച് അതിൻ്റെ കാരണത്തെയും ഭഗവാൻ അറിഞ്ഞു എന്നർത്ഥം. സൂത ഉവാച ഉപസാര്യവചസ്തസ്യാ ഭഗവാൻ ഭക്തവത്സല അപാണ്ഡവമിദം കർത്തും ദ്രൗണേരസ്ത്രമബുധ്യത. അടുത്ത ശ്ലോകം 12-ാമത്തെ ശ്ലോകം. തർഹേവാഥ മുനിശ്രേഷ്ഠ പാണ്ഡവാ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്താനാലക്ഷ്യാസ്ത്രാണ്യുപാദതു. തർഹേവാഥ മുനിശ്രേഷ്ഠ പാണ്ഡവാ പഞ്ചസായകാൻ ആത്മനോഭിമുഖാൻ ദീപ്താനാലക്ഷ്യാസ്ത്രാണ്യുപാദതു. ഹേ മുനിശ്രേഷ്ഠ, പാണ്ഡവാः തർഹി ഏവ ദീപ്താൻ ആത്മനഃ അഭിമുഖാൻ പഞ്ചസായകാൻ ആലക്ഷ്യ അസ്ത്രാണി ഉപാദതു. അല്ലയോ മുനിശ്രേഷ്ഠ, അല്ലയോ ശൗനക മുനിശ്രേഷ്ഠ, പാണ്ഡവാഹ പാണ്ഡവന്മാർ തർഹി ഏവ അപ്പോൾ തന്നെ ദീപ്താൻ ജ്വലിക്കുന്നതായ പ്രകാശിക്കുന്നതായ ആത്മനഃ അഭിമുഖാൻ തങ്ങൾക്ക് അഭിമുഖമായി തങ്ങൾക്ക് നേരെ വരുന്നതായിട്ടുള്ള പഞ്ചസായകാൻ ആലക്ഷ്യ 5 ശരങ്ങളെ കണ്ടിട്ട് അസ്ത്രാണി ഉപാദതു അസ്ത്രങ്ങളെ എടുത്തു. വരുന്ന അസ്ത്രം അത് ഏത് അസ്ത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണോ അല്ലയോ എന്നറിയില്ല. തങ്ങൾക്ക് നേരെ ഒരു അസ്ത്രം പാഞ്ഞു വരുന്ന സമയത്ത് ആ അസ്ത്രത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ക്ഷത്രിയന്മാർ ചെയ്യുന്നതാണ് എന്ത്? അതിന് പ്രത്യസ്ത്രത്തെ പ്രയോഗിക്കും. ബ്രഹ്മാസ്ത്രത്തിന് ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കേണ്ടി വരും. ഏതായാലും ഈ 5 ശരങ്ങൾ അവർക്ക് നേരെ പാഞ്ഞു വന്നു. അപ്പോൾ അശ്വത്ഥാമാവ് തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രം പല പല രൂപത്തിൽ അത് ശത്രുവിന് നേരെ പാഞ്ഞു വരും. 100 പേരുണ്ടെങ്കിൽ 100 പേർക്ക് നേരെയും 100 ശരങ്ങളായിട്ട് 100 അസ്ത്രങ്ങളായിട്ട് വരും. അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും ക്രൂരമൃഗങ്ങളായിട്ട് വരാം, അഗ്നിയായിട്ട് വരാം, പല രീതിയിലാണ്. അർജുനന് നേരെ പ്രയോഗിച്ചപ്പോൾ അത് വിശ്വത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ രൂപത്തിലാണ് വന്നത്. വലിയ ഒരു അഗ്നിഗോളം ആണ് വന്നത്. ഇവിടെ ഏത് രീതിയാണ് വന്നത്? ശരങ്ങളായിട്ടാണ് വന്നത് എന്ന് പറയുന്നു. തങ്ങൾക്ക് നേരെ വരുന്ന 5 ശരങ്ങളെ 5 പേർക്ക് നേരെ വരുന്ന 5 ശരങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി പാണ്ഡവർ ഓരോരുത്തരും പെട്ടെന്ന് തന്നെ അസ്ത്രങ്ങളെ എടുത്തു എന്നർത്ഥം. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? അവർക്ക് അസ്ത്രങ്ങൾ തടയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ബ്രഹ്മാസ്ത്രമാണെങ്കിൽ ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രമേ തടയാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഭഗവാൻ ഇടപെടുന്നു. അടുത്ത ശ്ലോകം നോക്കുക, 13-ാമത്തെ ശ്ലോകം. വ്യസനം വീക്ഷ്യ തത്തേഷാമനന്യ വിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യഥാദ് വിഭു. വ്യസനം വീക്ഷ്യ തത്തേഷാമനന്യ വിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യഥാദ് വിഭു. അനന്യ വിഷയാത്മനാം സ്വാനാം തേഷാം തത് വ്യസനം വീക്ഷ്യ വിഭുഃ സ്വാസ്ത്രേണ സുദർശനേന രക്ഷാം വ്യഥാത്. അനന്യ വിഷയാത്മനാം സ്വാനാം തേഷാം, അനന്യ വിഷയാത്മാക്കളായ സ്വന്തക്കാരായ അവരുടെ, ആരുടെ? പാണ്ഡവന്മാരുടെ. അവരെ എന്താണ് വിശേഷിപ്പിച്ചത്? അനന്യ വിഷയാത്മനാം, അന്യവിഷയങ്ങളിൽ മനസ്സ് ചെല്ലാത്തവർ, ഭഗവാനെ തന്നെ എന്നും മനസ്സിൽ ധ്യാനിക്കുന്നവരായ ആളുകളായതുകൊണ്ട് അവരാണ് അനന്യ വിഷയാത്മന. അന്യമായ വിഷയങ്ങളെക്കുറിച്ച് ഒരിക്കലും അല്ലെങ്കിൽ അന്യവിഷയങ്ങളെ ആശ്രയിക്കാതെ ഭഗവാനെ തന്നെ ആശ്രയിക്കുന്ന, ഭഗവാനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരായ ആളുകളാണ് അനന്യ വിഷയാത്മാക്കൾ. ഭഗവാന്റെ അനന്യ ഭക്തന്മാരാണ് പാണ്ഡവന്മാർ. അങ്ങനെയുള്ള സ്വാനാം സ്വന്തം ആളുകളായ തേഷാം അവരുടെ തത് വ്യസനം അവർക്കുണ്ടായ ആ വ്യസനം, അവർക്കുണ്ടായ ആ പ്രയാസം. എന്താണ് ആ പ്രയാസം? വരുന്ന അസ്ത്രം ഏതാണ് എന്ന് മനസ്സിലായിട്ടില്ല. അതിന് ഏത് തരം പ്രത്യസ്ത്രമാണ് പ്രയോഗിക്കേണ്ടത് എന്നറിയില്ല. ഈ പ്രത്യസ്ത്രം പ്രയോഗിക്കാൻ അറിയുമോ അല്ലെങ്കിൽ അത് ഫലവത്താകുമോ എന്നും അറിയില്ല. വരുന്ന
അസ്ത്രത്തിൻ്റെ ശക്തി എന്താണെന്നും അറിയില്ല. ഇതൊക്കെ അറിഞ്ഞ് മാത്രമേ അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതാണ് അവരുടെ വ്യസനം. ആ വ്യസനത്തെ ഉള്ളിലൂടെ അറിഞ്ഞിട്ട് എന്ന് മാത്രമല്ല, അവർ ഇപ്പോൾ തന്നെ മാനസികമായിട്ട് അല്പം തളർന്ന് ഇരിക്കുകയാണ്. സ്വന്തം മക്കളും മറ്റ് നിരവധി ആളുകൾ മരിച്ചുപോയി. പാഞ്ചാലിയുടെ സഹോദരനായ ധൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി മുതലായിട്ട് ആളുകൾ, അതുപോലെ തങ്ങളുടെ തന്നെ 5 മക്കൾ, ഇവരൊക്കെ മരിച്ചിട്ട് അതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തമാകുന്നതിന് മുമ്പേ തന്നെയാണ് വീണ്ടും അശ്വത്ഥാമാവ് ഈ ഒരു കടന്നാക്രമണം ചെയ്തിരിക്കുന്നത്. അപ്പോഴുണ്ടായ ആ വ്യസനത്തെ കണ്ടിട്ട് വിഭുഹു, എല്ലാറ്റിനും നാഥനായിട്ടുള്ള, എല്ലാറ്റിനും ശക്തനായിട്ടുള്ള ഭഗവാൻ സ്വാസ്ത്രേണ സുദർശനേന, സ്വന്തം അസ്ത്രമായിട്ടുള്ള സുദർശനം കൊണ്ട് രക്ഷാം വ്യഥാത്, രക്ഷയെ ചെയ്തു. ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അസ്ത്രമാണ് സുദർശനാസ്ത്രം. അത് അസ്ത്രരൂപത്തിലാണ്, ഒരു ചക്രത്തിൻ്റെ രൂപത്തിലും അത് പ്രത്യക്ഷപ്പെടും. സകല അസ്ത്രങ്ങൾക്കും സകല യന്ത്ര മന്ത്ര ഔഷധാസ്ത്ര ശസ്ത്രാണി സംഹര മൃത്യോർമോചയ മോചയ എന്ന് സുദർശനത്തെ സംബന്ധിക്കുന്നതായ ഒരു മന്ത്രമുണ്ട്. സുദർശനത്തെക്കുറിച്ച് ആ മന്ത്രത്തിൽ സുദർശന ഹോമത്തിലും മറ്റും ജപിച്ചുകൊണ്ട് ഹോമം ചെയ്യുന്നതായ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധാസ്ത്ര ശസ്ത്രാണി, മറ്റുള്ളവരുടെ കർമ്മം കൊണ്ടും യന്ത്രങ്ങൾ, മന്ത്രങ്ങൾ, അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, ഔഷധങ്ങൾ, ഇതൊക്കെ തന്നെ പ്രതിരോധിക്കാൻ സുദർശനത്തിന് സാധിക്കും. അതിൻ്റെ സ്വഭാവം എന്താണ്? ദീപ്ത്രേ ജ്വാലാപരീതായ, ദീപ്തിയുള്ളതാണ്, ജ്വാല കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം ചൊരിയുന്നതാണ്, അങ്ങനെയൊക്കെയുള്ള ശക്തിയുള്ളതാണ് സുദർശന ചക്രം തന്നെ. ആ സുദർശനത്തെയാണ് ആ മന്ത്രത്തിലൂടെ നമ്മൾ ഉപാസിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ സ്വന്തം അസ്ത്രമായിട്ടുള്ള സുദർശനം കൊണ്ട് ഭഗവാൻ രക്ഷയെ ചെയ്തു. ഭഗവാൻ ആ ബ്രഹ്മാസ്ത്രത്തെ പ്രതിരോധിച്ചു എന്നർത്ഥം. ഇനി അവിടെ എന്താണ് സംഭവിച്ചത്? 14-ാമത്തെ ശ്ലോകം നോക്കുക. അന്തസ്ഥഃ സർവഭൂതാനാമാത്മാ യോഗേശ്വരോ ഹരി സ്വമായയാ വൃണോദ്ഗർഭം വൈരാട്യാഃ കുരുതന്തവേ. അന്തസ്ഥഃ സർവഭൂതാനാമാത്മാ യോഗേശ്വരോ ഹരി സ്വമായയാ വൃണോദ്ഗർഭം വൈരാട്യാഃ കുരുതന്തവേ. സർവഭൂതാനാം അന്തസ്ഥഃ ആത്മാ യോഗേശ്വരഃ ഹരിഃ സ്വമായയാ വൈരാട്യാഃ ഗർഭം കുരുതന്തവേ ആവൃണോത്. ഭഗവാന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സർവഭൂതാനാം അന്തസ്ഥഃ, സർവചരാചരങ്ങളുടെയും സർവജീവജാലങ്ങളുടെയും ഉള്ളിൽ ഇരിക്കുന്നവനാണ് ഭഗവാൻ. എല്ലാ മനുഷ്യരുടെയും ഉള്ളിലും പുറത്തും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അന്തഃപുരുഷരൂപേണ കാലരൂപേണ യോ ബഹിഃ, എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാൻ പുരുഷരൂപത്തിലിരിക്കുന്നു. പുരേ അസ്മിൻ ശയാനഃ ഇതി പുരുഷഃ, ശരീരമാകുന്ന ഈ പുരത്തിൽ ശയിക്കുന്നവനാണ് പുരുഷൻ. ആത്മസ്വരൂപനായിട്ട് ജീവനായിട്ട് ഭഗവാൻ എല്ലാറ്റിൻ്റെയും ഉള്ളിൽ കുടികൊള്ളുന്നു. പുറത്തെങ്ങനെയാണ്? പുറത്ത് കാലസ്വരൂപിയായിട്ടാണ്. നമുക്കൊക്കെ എന്നും ചില ആളുകൾക്ക് സമയം മതിയാകാതെ വരും, ചില ആളുകൾക്ക് സമയം പോകാതെ വരും. അതൊക്കെ ഭഗവാന്റെ മായ കൊണ്ട് തോന്നുന്നതാണ്. ആ കാലമാണ് നമ്മുടെ ശരീരത്തെയും മറ്റെല്ലാ പ്രാപഞ്ചിക വസ്തുക്കളെയും ജീർണിപ്പിച്ചുകൊണ്ട്, ഓരോ നിമിഷവും അതിനെ ജീർണിപ്പിച്ചുകൊണ്ട് നാശത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കൺമുന്നിൽ നമുക്കത് കാണാം. ഭഗവാന്റെ പ്രവൃത്തി, ഭഗവാന്റെ ചലനം, കാലസ്വരൂപിയായ ഭഗവാന്റെ ചലനം നമുക്ക് കാണാം. പക്ഷേ അത് കാലസ്വരൂപിയായ ഭഗവാനാണ് ചെയ്യുന്നത് എന്നറിയില്ല. നമ്മൾ വിചാരിക്കുന്നു അത് ഇന്ന കാരണം കൊണ്ടാണ് ഇന്ന് സംഭവിച്ചത് എന്നൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ബുദ്ധി കൊണ്ടും ഒക്കെ തന്നെ നമ്മൾ കാരണം കണ്ടെത്തിയിട്ട് അതിലുള്ള ഈശ്വരനെ നമ്മൾ കാണാതിരിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് കാലസ്വരൂപിയെ നമുക്ക് അനുഭവപ്പെടാത്തത്. കാലസ്വരൂപിയായ ഭഗവാനാണ് അത് ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടുകയും അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് തോന്നും, ഭഗവാന്റെ ലീലയായിട്ട് മാത്രം അനുഭവപ്പെടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിൽ ഇരിക്കുന്നവനാണ് ഭഗവാൻ. അന്തസ്ഥ സർവഭൂതാനാം, ഈശ്വര
സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാറ്റിനെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട്. അത് എങ്ങനെയാണ്? ഒരു യന്ത്രത്തെ ചലിപ്പിക്കുന്ന യന്ത്രിയെ പോലെ. ഈശ്വര സർവഭൂതാനം ഹൃദയശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. മായ എന്ന ആ വിദ്യ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? യന്ത്രത്തിൽ ഇരുന്നു കൊണ്ട് ആ യന്ത്രത്തെ പ്രവർത്തിപ്പിക്കുന്ന ആ യാന്ത്രിക ശക്തിയെ പോലെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജീവിതത്തെയും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന് ഉള്ളിലും പുറത്തുമുള്ള കാര്യങ്ങളെ അറിയാനും അവിടെ ചെന്ന് അതാത് സമയത്ത് താൻ പ്രവർത്തിപ്പിക്കുന്ന യന്ത്രത്തെ തനിയെ റിപ്പയർ ചെയ്യാനും സാധിക്കും. തനിയെ അതിൻ്റെ തകരാറുകൾ മാറ്റാനും സാധിക്കും, തകരാറ് ഉണ്ടാക്കാനും സാധിക്കും. അതുകൊണ്ടാണ് സർവഭൂതാനാം അന്തസ്ഥ എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണം കൂടിയാണ് അടുത്ത പദം ആത്മാ. ആത്മാവായിട്ടാണ് ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലിരിക്കുന്നത്. യോഗേശ്വര, ആ ഭഗവാൻ നമുക്ക് മനുഷ്യരൂപത്തിൽ ദേവകിയുടെയും വസുദേവൻ്റെയും മകനായിട്ടും പാണ്ഡവരക്ഷകനായിട്ടും കുരുക്ഷേത്രത്തിൻ്റെ ആ യുദ്ധനായകനായിട്ടും അർജുന സാരഥിയായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നാണെങ്കിൽ അദ്ദേഹം യോഗേശ്വരനാണ്. തൻ്റെ യോഗമായ ശക്തി കൊണ്ട് മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ യോഗശക്തികൾക്ക്, അദ്ദേഹത്തിൻ്റെ ദിവ്യമായ ശക്തികൾക്ക് യാതൊരു തരത്തിലുള്ള കുറവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം യോഗീശ്വരനല്ല. യോഗിയും ഈശ്വരനും ആയിട്ടുള്ള ആളിനെ യോഗീശ്വരൻ എന്ന് വിളിക്കും. അദ്ദേഹം യോഗേശ്വരനാണ്, യോഗങ്ങളുടെ ഈശ്വരനാണ്. എല്ലാവർക്കും യോഗത്തെ പ്രദാനം ചെയ്യുന്നവനാണ്. ആ യോഗത്തെ തൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് സാധന ചെയ്യുന്നവർക്ക്, തീവ്ര സാധന ചെയ്യുന്നവർക്ക് ആ യോഗത്തെ പ്രദാനം ചെയ്യുന്നവനാണ്, അതിൻ്റെ ഫലത്തെ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഭഗവാൻ യോഗേശ്വരനാണ്. ശ്രീകൃഷ്ണനെക്കുറിച്ച് മഹാഭാരതത്തിൽ എമ്പാടും പറഞ്ഞിട്ടുള്ളത്, ഭാഗവതത്തിലും പറഞ്ഞിട്ടുള്ളത് യോഗേശ്വരൻ. എത്ര യോഗേശ്വര കൃഷ്ണ, യോഗേശ്വരനാണ്. യോഗീശ്വരൻ എന്ന പദത്തിൻ്റെ അർത്ഥവും യോഗേശ്വരനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ യോഗമായ ശക്തിയെ നിയന്ത്രിക്കുന്നവനും യോഗത്തിൻ്റെ ഫലം നൽകുന്നവനുമായ ഭഗവാൻ ഹരിഹി, അദ്ദേഹത്തിൻ്റെ പേരാണ് ഹരി. എന്ത് ചെയ്തു? സ്വമായയാ, സ്വസ്യമായയാ, തൻ്റെ മായ കൊണ്ട് വൈരാട്യാഹ ഗർഭം. ആരാണ് വൈരാടി? വിരാടൻ്റെ മകൻ. വിരാട രാജാവിൻ്റെ മകളായതുകൊണ്ടാണ് ഉത്തരയെ വൈരാടി എന്ന് പറയുന്നത്. അതിൻ്റെ ഷഷ്ഠിയാണ് വൈരാട്യാഹ. വൈരാട്യാഹ ഗർഭം, ആ ഉത്തരയുടെ ഗർഭത്തെ കുരുതന്തവേ ആവരണോത്. അതൊരു നല്ല പ്രയോഗമാണ്. കാരണം വിരാടവംശത്തിൽ ജനിച്ച വിരാടപുത്രിയായ ഉത്തരയുടെ ഗർഭത്തെ കുരുവംശത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആവരണം ചെയ്തു എന്നാണ്. അതിൻ്റെ ഒരു സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു വംശത്തിലെ മറ്റൊരു രാജകുലത്തിൽ ജനിച്ച കന്യകയാണ് കുരുകുലത്തിലേക്ക് വിവാഹം ചെയ്തിട്ട് വന്നത്. അപ്പോൾ ആ വിരാട കന്യകയെ അവൾ കുരുകുല വധുവായതുകൊണ്ടും കുരുകുലത്തിൻ്റെ വംശത്തെ നിലനിർത്തുന്നത് അവളുടെ ഗർഭമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കുരുവംശത്തിൻ്റെ കുരുവംശത്തെ നിലനിർത്തുന്നതായ ആ പരമ്പരയുടെ ചരട് അതിനെ രക്ഷിച്ചില്ലെങ്കിൽ കുരുവംശം പിന്നെ ഇല്ലാതെയാകും. അതുകൊണ്ട് ആ കുരുവംശത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കുരുവംശം നിലനിൽക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ വംശികളായ ഈ പാണ്ഡവന്മാർ അവർ ധർമ്മം ചെയ്യുന്നവരാണ്, ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ടും ധർമ്മത്തെ ആരാധിച്ചുകൊണ്ടും ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ വംശം നിലനിന്നാൽ ധർമ്മം നിലനിൽക്കും. അതുകൊണ്ട് ധർമ്മം നിലനിൽക്കാൻ വേണ്ടിയിട്ടും ലോകത്തിൻ്റെ നിലനിൽപ്പും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കുരുവംശത്തിൽ ഉത്തരയുടെ ഗർഭത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. മറ്റ് പല ഗർഭങ്ങളും അവിടെ പോയിട്ടുണ്ട്, മറ്റ് പല കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്, മറ്റ് പല ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഭഗവാൻ ചിന്തിച്ചു അതിൽ ഈ വംശത്തെ നിലനിർത്താനും ധർമ്മത്തെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റിയ ശിശുവാണ് ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്നത്. അർജുനൻ്റെ മകനായിട്ട് ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞ് ഭാവിയിൽ ലോകത്തിന് മാതൃകയായിരിക്കും, ധർമാത്മാവായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ആ ഉത്തരയുടെ ഗർഭത്തെ കുരുവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആവരണം ചെയ്തു, അതിനെ പൊതിഞ്ഞു. തൻ്റെ സ്വമായ കൊണ്ട് ആ ഗർഭസ്ഥ ശിശുവിനെ പൊതിഞ്ഞ് രക്ഷിച്ചു എന്നർത്ഥം. അങ്ങനെ
അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ഭഗവാൻ എങ്ങനെയാണ് ആ കുഞ്ഞിനെ രക്ഷിച്ചത്? ഭഗവാന്റെ കയ്യിൽ ഗദയുണ്ടായിരുന്നു, സുദർശന ചക്രമുണ്ടായിരുന്നു. ചക്രവും ഗദയും ഒക്കെ എടുത്തിട്ട് ഭഗവാൻ ആ കുഞ്ഞിന് ചുറ്റും അങ്ങനെ ഒരു പ്രദക്ഷിണം ചെയ്തുകൊണ്ട് വന്നതായിട്ട് പിന്നീട് പല സ്ഥലങ്ങളിലും പറയുന്നു. യോപ കുക്ഷിംഗത ആത്തചക്ര എന്ന് പരീക്ഷിച്ച് തന്നെ ഈ കുഞ്ഞ് തന്നെ വലുതായിട്ട് പ്രായോപവേശം ചെയ്ത സന്ദർഭത്തിലാണ് ശ്രീമദ് ഭാഗവതം ശ്രീ ശുകരാൽ ഉപദേശിക്കപ്പെട്ടത്. അത് നമുക്ക് അടുത്ത അധ്യായം തൊട്ട് അടുത്ത സ്കന്ധം തൊട്ട് ആ ശുകന്റെ ഉപദേശമാണ് നമ്മൾ വായിക്കുക. അവിടെ ദശമസ്കന്ധം തുടങ്ങുന്നിടത്ത് പരീക്ഷിത് രാജാവ് തന്നെ താൻ കണ്ട കൃഷ്ണഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത് ജുഗോപ കുക്ഷിംഗത ആത്തചക്ര, വയറ്റിൽ വന്ന് ചക്രധാരിയായിട്ട് വന്നിട്ടാണ് ഭഗവാൻ എന്നെ രക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരിടത്ത് ഭ്രാമയന്തം ഗദാം മുഹു എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ തൻ്റെ കൗമോദകി ഗദ അങ്ങനെ കറക്കിക്കൊണ്ട് വന്നു എന്നാണ്. രണ്ടും ചെയ്ത് കാണും. ഒരു കൈ കൊണ്ട് തൻ്റെ കൗമോദകി എന്ന ഗദ കറക്കിക്കൊണ്ടും ഒരു കയ്യിൽ ചക്രം കറക്കിക്കൊണ്ടും തന്നെ ആകും ഭഗവാൻ ചെന്ന് രക്ഷിച്ചത്. എന്തായാലും ആ കുഞ്ഞ് ആ കാഴ്ച കണ്ടു കാണും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഭഗവാൻ ആ വിരാട കുമാരിയായ ഉത്തരയുടെ ഗർഭത്തെ ആവരണം ചെയ്ത് രക്ഷിച്ചു. എന്നിട്ട് ഭഗവാന്റെ ഈ ഒരു രക്ഷാ ദൗത്യത്തെ അല്ലെങ്കിൽ ഭഗവാൻ ചെയ്ത ഈ അത്ഭുത കൃത്യത്തെ എങ്ങനെയാണ് സൂതൻ അവതരിപ്പിക്കുന്നത് നോക്കൂ. 15ാമത്തെ ശ്ലോകം നോക്കുക. യദ്യപ്യസ്ത്രം ബ്രഹ്മശിരസ്ത്വമോഘം ചാപ്രതിക്രിയം വൈഷ്ണവം തേജ ആസാദ്യ സമശാമ്യദ്ഭൃഗൂദ്വഃ. യദ്യപ്യസ്ത്രം ബ്രഹ്മശിരസ്ത്വമോഘം ചാപ്രതിക്രിയം വൈഷ്ണവം തേജ ആസാദ്യ സമശാമ്യദ്ഭൃഗൂദ്വഃ. ഹേ ഭൃഗൂദ്വഃ, ബ്രഹ്മശിരഃ അസ്ത്രം അമോഘം അപ്രതിക്രിയം ച യദ്യപി വൈഷ്ണവം തേജഃ ആസാദ്യ സമശാമ്യത്. ഹേ ഭൃഗൂദ്വഃ, അല്ലയോ കുലത്തിൽ ജനിച്ചവനായ മഹർഷേ, ഭൃഗുവംശത്തെ ഉദ്വഹനം ചെയ്ത, ഭൃഗുവംശത്തെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്തവനായ അല്ലയോ ശൗനക മഹർഷേ. ആ പേരിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഭൃഗുവംശത്തെ നിലനിർത്തി ശൗനകൻ എന്ന് വെച്ചാൽ അദ്ദേഹം ആ ഭൃഗുകുലത്തിൻ്റെ തന്തുവാണ്. ആ ഭൃഗുകുല തന്തുവിനോട് പറയുകയാണ് കുരുതന്തുവിനെ ഭഗവൻ എങ്ങനെ രക്ഷിച്ചു എന്ന കാര്യം. ഈ ഭൃഗുകുലവും ഇതുപോലെ നശിക്കാൻ പുറപ്പെട്ടതായിരുന്നു. ഹൈഹയന്മാരുടെ ആക്രമണം കൊണ്ട് നിരന്തരമായിട്ടുള്ള സംഘർഷമുണ്ടായി. ഹൈഹയകുലത്തിലെ കാർത്തവരാർജുനന്റെ കുലമായ ഹൈഹയകുലത്തിലെ രാജാക്കന്മാരും ഭൃഗുകുലത്തിലെ ബ്രാഹ്മണരും തമ്മിലുണ്ടായ ദീർഘകാല സംഘർഷം അത് നമ്മുടെ പുരാണത്തിൽ ആ ചരിത്രത്തെ പറയുന്നുണ്ട്. അവർ ദാനം ചെയ്തിട്ട്, ഹൈഹയന്മാർ ദാനം ചെയ്തിട്ട് ഉണ്ടായ ധനം ഭൃഗുക്കളത് സൂക്ഷിച്ചു വെച്ച് വലിയ ധനം കുമിഞ്ഞുകൂടി അവരുടെ ഭൂമിയിൽ കുഴിച്ചിട്ടു. ഹൈഹയന്മാർ ഈ സാമ്പത്തിക മാന്ദ്യം വന്ന സമയത്ത് അവരോട് ചെന്ന് ലോൺ എടുക്കാൻ വേണ്ടി, കടമെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ കൊടുത്തില്ല. അവർ പറഞ്ഞു, നിങ്ങൾ ദാനം ചെയ്തതാണ്, നിങ്ങൾ ദക്ഷിണയായിട്ട് തന്നതാണ്, തിരിച്ചു തരാൻ പറ്റില്ല. അത് വാങ്ങും എന്ന് വാശി രാജാക്കന്മാർക്കുണ്ടായി. അവർ ഭൃഗുക്കളെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തു. സ്ത്രീ പുരുഷന്മാരൊക്കെ കൊന്നു. ഗർഭിണികളുടെ ഗർഭത്തെ പോലും അവർ വെറുതെ വിട്ടില്ല. അങ്ങനെയുള്ള ക്രൂരമായ ഹത്യ ചെയ്ത് ആ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ, ഗർഭിണിയായ സ്ത്രീയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ ഓടി വരുമ്പോൾ അവൾ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയും അവളുടെ ആ ഗർഭം യോഗശക്തി കൊണ്ട് തുടയിലേക്ക് വരികയും തുടയിൽ നിന്ന് തുട പിളർന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. അങ്ങനെ ആ ഊരുവിൽ നിന്നുണ്ടായ ശിശുവിൻ്റെ പേരാണ് ഔറുവൻ എന്ന് പറയുന്ന മഹർഷി. ആ ഊർവന്റെ തേജസ് കൊണ്ട് ആക്രമിക്കാൻ വന്ന ഹൈഹയ രാജാക്കന്മാർക്ക് കണ്ണ് കാണാതെയായി. അങ്ങനെയുള്ള ദിവ്യശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ശക്തി കൊണ്ടാണ്, ദിവ്യശക്തി കൊണ്ടാണ് ആ ഭൃഗുകുല, പിന്നീട് രാജാക്കന്മാർ അവർ തന്നെ സമാധാനശ്രവുമായിട്ട് വന്നു ക്ഷമായാചനം ചെയ്ത് ഒടുവിൽ അവരെ ഉപദ്രവിക്കാതെ വിട്ടു. അങ്ങനെയാണ് ആ പ്രശ്നം തീർന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെ ത്യാഗത്തിലൂടെയാണ് ഭൃഗുകുലം സംരക്ഷിക്കപ്പെട്ടത്. അതുപോലെ ഇവിടെ കുരുകുലം വലിയൊരു ആപത്തിനെ നേരിടുന്ന സമയത്ത് ഭഗവാൻ പ്രവർത്തിച്ചു. ബ്രഹ്മശിരഹ, അവിടെ ബ്രഹ്മശിരോസ്ത്രം, ബ്രഹ്മശിരഹ അസ്ത്രം അമോഘം. അമോഘം എന്ന് വെച്ചാൽ അത് ശക്തിയായിട്ടുള്ളതാണ്, അതൊരിക്കലും വ്യർത്ഥമാവുകയില്ല. അതിൻ്റെ പ്രയോഗം വ്യർത്ഥമാകാത്തത് കൊണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ആരാണോ പ്രയോഗിക്കപ്പെട്ടത് അയാളെ നശിപ്പിച്ചേ തിരിച്ചു വരുള്ളൂ.
അങ്ങനെയുള്ള അമോഘമായ ബ്രഹ്മശിരാസ്ത്രം അപ്രതിക്രിയം, അതിന് പ്രതിക്രിയയില്ല എന്ന് വെച്ചാൽ അതിന് മറ്റൊരു പ്രത്യസ്തത്തെ പ്രയോഗിക്കാൻ സാധിക്കുകയില്ല എന്നും അറിയുന്നത് കൊണ്ട്, യദ്യപി അങ്ങനെ ആണെങ്കിലും ആ ബ്രഹ്മശിരോസ്ത്രം അമോഘവും അപ്രതിക്രിയവും ആണെങ്കിലും കൂടി വൈഷ്ണവം തേജ ആസാദ്യ സമശാമ്യത്, ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ വൈഷ്ണവ തേജസ്സിനെ കൊണ്ടുവന്നിട്ട്, വൈഷ്ണവ തേജസ്സിനെ ധരിച്ചിട്ട് സമശാമ്യത് സമ്മിക്കാട്ട് അതിനെ ശമിപ്പിച്ചു. വേണ്ട വിധം ആ ബ്രഹ്മാസ്ത്രത്തെ ഭഗവാൻ ശമിപ്പിച്ചു. തൻ്റെ ദിവ്യശക്തി കൊണ്ട്, തൻ്റെ യോഗശക്തി കൊണ്ട്, തൻ്റെ വൈഷ്ണവമായ തേജസ് കൊണ്ട് ബ്രഹ്മശിരോസ്ത്രത്തെ ഭഗവാൻ ശമിപ്പിച്ചു. അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണല്ലോ. അതൊക്കെ സാധാരണക്കാരന് സാധിക്കുന്നതാണോ? ഭഗവാന് തന്നെയും സാധിക്കുമോ? ബ്രഹ്മാവ് ഭഗവാന്റെയും മേലെയല്ലേ എന്നൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം പറയുന്നു അടുത്ത ശ്ലോകത്തിൽ, 16-ാമത്തെ ശ്ലോകത്തിൽ. മാമം സ്ഥാഹ്യേതദാശ്ചര്യം സർവാശ്ചര്യമയേച്യുതേ യ ഇദം മായയാ ദേവ്യാം സൃജത്യവതിഹന്ത്യജ. മാമം സ്ഥാഹ്യേതദാശ്ചര്യം സർവാശ്ചര്യമയേച്യുതേ യ ഇദം മായയാ ദേവ്യാം സൃജത്യവതിഹന്ത്യജ. അജഃ മായയാ ദേവ്യാ ഇദം സൃജതി അവതി ഹന്തി ച. സർവ ആശ്ചര്യമയേ അച്യുതേ ഏതത് ആശ്ചര്യം മാ മംസ്ഥാഹ. അജഃ, അജഃ എന്ന് വെച്ചാൽ ജനനം ഇല്ലാത്തവൻ. ജനനമില്ലാത്തത് കൊണ്ട് തന്നെ മരണവുമില്ല. അനാദിയായിട്ടുള്ളവൻ, അനന്തനായിട്ടുള്ളവൻ, ജനന മരണങ്ങൾക്ക് വിധേയമാകാത്തവൻ, ഈശ്വരൻ എന്നർത്ഥം. മായയാദേവ്യ, മായാദേവിയെ കൊണ്ട് ഇതം സൃജതി അവതി ഹന്തി ച. ഇതം എന്ന വാക്കിനർത്ഥം ഞാൻ മുമ്പ് പറഞ്ഞു. ഇതം എന്ന് വെച്ചാൽ ആ സർവനാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തെ എന്നാണ്. ഈ ജഡപ്രകൃതിയെ, ഈ ജഡപ്രപഞ്ചത്തെ, ദൃശ്യപ്രപഞ്ചത്തെ എന്തൊക്കെ ചെയ്യുന്നു? സൃജതി അവതി ഹന്തി, സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, ഇതിനെ ഹനിക്കുന്നു, ഇതിനെ നശിപ്പിക്കുന്നു. ഭഗവാൻ ചെയ്യുന്ന ലീലയാണ് ഈ മൂന്നും. അത് ബ്രഹ്മാവിന്റെ രൂപത്തിൽ രജോഗുണത്തോടുകൂടി ബ്രഹ്മാവായിട്ടും സത്വഗുണത്തോടുകൂടി വിഷ്ണുവായിട്ടും തമോ ഗുണത്തോടു കൂടിയിട്ടുള്ള രുദ്രനായിട്ടും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്നത് അജൻ ആയിരിക്കുന്ന ഈ ഭഗവാൻ തൻ്റെ മായാശക്തി കൊണ്ട്, മായാദേവിയെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ലീലകളാണ്. അതുകൊണ്ടെന്താ? സർവ ആശ്ചര്യമയേ അച്യുതേ ഏതത് ആശ്ചര്യം മാ മംസ്ഥാഹ. സർവ ആശ്ചര്യങ്ങളും ഏതൊരു ഭഗവാനിൽ കാണാൻ സാധിക്കുമോ? സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം. അതുകൊണ്ട് ഭഗവാൻ സർവാശ്ചര്യമാണ്. ഭട്ടതിരി നാരായണീയത്തിൽ പറഞ്ഞിരിക്കുന്നത് ആശ്ചര്യതോപ്യാശ്ചര്യം, ആശ്ചര്യങ്ങളിൽ വെച്ചും ആശ്ചര്യമായിട്ടുള്ളതാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ സർവാശ്ചര്യമയൻ, എല്ലാ ആശ്ചര്യങ്ങളും ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എല്ലാ ആശ്ചര്യങ്ങളുടെയും കൂടിച്ചേർന്നുള്ള ആശ്ചര്യമാണ് ഭഗവാന്റേത്. അങ്ങനെയുള്ള അച്യുതനിൽ, ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവനായ ഭഗവാനിൽ ഏതത്, ഇത് ആശ്ചര്യം മാ മമസ്ഥ, ആശ്ചര്യമായിട്ട് കരുതരുത്. ഭഗവാൻ സകല ആശ്ചര്യങ്ങളുടെയും ഒരു മൂലസ്വരൂപമാണ്. എല്ലാ ആശ്ചര്യങ്ങളും ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ എല്ലാ ആശ്ചര്യങ്ങളും ഭഗവാനിൽ കുടികൊള്ളുന്നത് കൊണ്ടും ഭഗവാൻ ഇങ്ങനെ ഒരു ആശ്ചര്യം കാണിച്ചതിൽ യാതൊരു ആശ്ചര്യവുമില്ല. ഭഗവാൻ തന്നെ ആശ്ചര്യ സ്വരൂപനാണ്. അപ്പോൾ ഭഗവാൻ കാണിക്കുന്ന അത്ഭുതകരമായ ശക്തികളിൽ നമുക്ക് ആശ്ചര്യം കൽപ്പിക്കേണ്ടതില്ല. അതിൽ അത്ഭുതമില്ല. അത് ഭഗവാന്റെ സ്വഭാവമാണ്, അത് ഭഗവാന്റെ സ്വരൂപമാണ്. ഭഗവാന് അതിനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ചെയ്തു. ഭഗവാന് ഈ ഒരു ശക്തി മാത്രമല്ല ഉള്ളത്. ഭഗവാൻ ചെയ്യുന്ന ഈ രീതിയിലുള്ള ലീലകളൊക്കെ തന്നെ ഭഗവാന്റെ അനന്തകോടി ശക്തിയുടെ ഒരു ചെറിയൊരു അംശം മാത്രമേ പ്രയോഗിക്കേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് ഇതിൽ നമ്മൾ ആശ്ചര്യം കാണേണ്ടതില്ല എന്നാണ് ഇവിടെ സൂതൻ പറയുന്നത്. ഇനി ഭഗവാൻ അങ്ങനെ ഉത്തരാഗർഭത്തെ രക്ഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? 17-ാമത്തെ ശ്ലോകം നോക്കുക.
ബ്രഹ്മതേജോ വിനിർമുക്തൈരാത്മജൈः സഹ കൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണമിതമാഹ വൃഥാ സതി. ബ്രഹ്മതേജോ വിനിർമുക്തൈരാത്മജൈः സഹ കൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണമിതമാഹ വൃഥാ സതി. ബ്രഹ്മതേജോ വിനിർമുക്തൈഃ ആത്മജൈഃ കൃഷ്ണയാ സഹ സതി വൃഥാ പ്രയാണാഭിമുഖം കൃഷ്ണം ഇദം ആഹ. ബ്രഹ്മതേജോ വിനിർമുക്തൈഃ ആത്മജൈഃ, ബ്രഹ്മതേജസ്സിൽ നിന്നും വിശേഷമായിട്ട് മോചിക്കപ്പെട്ടിരിക്കുന്ന ആത്മജന്മാരോട് കൂടിയിട്ട്, മക്കളോട് കൂടിയവളായിട്ട്, അല്ലെ മക്കളോട് കൂടിയിട്ട്, ബ്രഹ്മതേജസ് എന്ന് വെച്ചത് ബ്രഹ്മശിരോസ്ത്രത്തിൻ്റെ തേജസ്സിൽ നിന്നും വിനിർമുക്തൈഹി വിശേഷേണയും നിശേഷമായിട്ടും മുക്തന്മാരായിട്ടുള്ള ആത്മജന്മാര് തൻ്റെ മക്കളോട് കൂടിയിട്ട്, ആത്മജൈഹി സഹ കൃഷ്ണയാ സഹ പാഞ്ചാലിയോടും കൂടിയിട്ട് പഞ്ചപാണ്ഡവന്മാരും പാഞ്ചാലിയോടും കൂടിയിട്ട് ആര് സതീപ്രഥ പതിവ്രതയായ സൽസ്വഭാവമുള്ളവളായ പൃഥ കുന്തിദേവി എന്ത് ചെയ്തു? പ്രയാണാഭിമുഖം കൃഷ്ണം ഇദം ആഹ, പ്രയാണത്തിന് വേണ്ടിയിട്ട് അഭിമുഖമായിട്ടുള്ളവൻ. പ്രയാണം എന്ന് വെച്ചാൽ യാത്ര ചെയ്യാൻ വേണ്ടി യാത്രയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് തേരിൽ കയറി നിന്ന് തേര് ഓടിച്ച് ദ്വാരകനോട് പോകാമെന്ന് പറഞ്ഞ് ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന, താൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയിട്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ, ഭഗവാൻ അവിടെ വന്നിട്ട് കുരുക്ഷേത്രത്തിലേക്ക് വന്നിട്ട് കുറേ ദിവസങ്ങളായി. യുദ്ധത്തിൻ്റെ എല്ലാ ആസൂത്രണങ്ങളും ചെയ്യാനും അതിൻ്റെ സന്നാഹങ്ങൾ ഒരുക്കാനും യുദ്ധത്തിൽ പാണ്ഡവന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടും അർജുനൻ്റെ സാരഥിയായിട്ടും ഒക്കെ തന്നെ അതിനുശേഷവും ഈ നിമിഷം വരെയും ഭഗവാൻ പാണ്ഡവന്മാരുടെ കൂടെ നിന്നുകൊണ്ട് തൻ്റെ നാടായിട്ടുള്ള ദ്വാരകയിലേക്ക് ഭഗവാൻ കുറേ കാലമായിട്ട് പോയിട്ടേ ഇല്ല. തൻ്റെ കുടുംബാംഗങ്ങളുടെ കാര്യം, തൻ്റെ മക്കളുടെ കാര്യം, തൻ്റെ യാദവന്മാരുടെ കാര്യം, തൻ്റെ അച്ഛനമ്മമാരുടെ കാര്യം ഒന്നും അന്വേഷിക്കാൻ പോകാതെ പാണ്ഡവന്മാരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് അവർക്ക് സഹായം ചെയ്തുകൊണ്ടിരുന്ന ഭഗവാന് സ്വന്തം നാട്ടിലേക്ക് പോകണമല്ലോ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്ന കൃഷ്ണനോട് ഇദം ആഹ, ഇത് പറഞ്ഞു. ഇവിടെ ഇദം എന്നുള്ളതിന് എന്താണ്? ഇദം എന്ന് പറഞ്ഞത് എന്താണ് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. എന്തോ ഒന്ന് പറഞ്ഞു, ആ പറഞ്ഞതിനെയാണ് ഇദം, ഇത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്നതല്ല. ആ കൃഷ്ണനോട് ആര് പറഞ്ഞു? പതിവ്രതയായ പൃഥാദേവി കുന്തിദേവി ഇങ്ങനെ പറഞ്ഞു. കുന്തിദേവി എന്താണ് പറഞ്ഞത് എന്ന് 18 മുതൽക്കുള്ള ശ്ലോകങ്ങളിൽ കുന്തി സ്തുതിയായിട്ട് ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് കുന്തിദേവി അവിടെ പറയുന്നത്. ആ കുന്തിദേവി എന്താണ് ഭഗവാനെ സ്തുതിച്ചത് എന്നുള്ള കാര്യം, ഭഗവാന്റെ ആ ബ്രഹ്മസ്വരൂപം, ഭഗവാന്റെ ആ ഒരു ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മനുഷ്യൻ എന്ന രീതിയിൽ ഭഗവാൻ എന്ത് ചെയ്തു എന്ന കാര്യത്തോടൊപ്പം ഭഗവാന്റെ ഈശ്വര സ്വരൂപത്തെ കൂടുതലായിട്ട് എടുത്തു കാണിച്ചുകൊണ്ട് കുന്തി ചെയ്യുന്ന വർണ്ണനയാണ് കുന്തി സ്തുതി. അടുത്ത വീഡിയോയിൽ നമുക്ക് കുന്തി സ്തുതിയെ വിശദീകരണം ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ